എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം ഈ ഒരു സ്നാക്ക്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 6 മുട്ട പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് ഒരു മുട്ടനെ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയും പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് മുട്ട മുക്കാനുള്ള ബാറ്റർ. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഞാനിതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുട്ടയിൽ നിന്ന് ഒരു പീസ് മുട്ട എടുത്തിട്ട് മൈദപ്പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി. കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കൈ ബ്രെഡ് ക്രംസിലേക്ക് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ബ്രെഡ് ക്രംസ് കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കൈ ഉപയോഗിക്കാണ്ട് മറ്റേ കൈ കൊണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം മുട്ട ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു ബാറ്ററിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ മുട്ടയും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടും. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. അതുപോലെ തീ കൂട്ടി വെച്ച് ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ആ ഒരു പേടിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ മുട്ടയെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ ഞാനിതാ ഇതുപോലെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കെച്ചപ്പും മയോണീസെല്ലാം ഇതിൻ്റെ മുകളിലാക്കിയിട്ട് കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കെച്ചപ്പും മയോണീസെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ. തുറക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ്. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുറഞ്ഞ ചേരുവയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.